സാന്ദ്രാനന്ദാവബോധാത്മകമനുഭമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടരുപരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേകന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ചവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 54, 55, 56 3 ദശകം കാളീയ മർദ്ദനം. 55-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. അഖിലേഷു വിഭോ ഭവദീയ ദശാമവലോക്യ ജിഹാസുഷു ജീവഭരം. അങ്ങയുടെ അവസ്ഥ കണ്ട് മരിക്കാൻ പോലും അവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ പുഞ്ചിരിയോടുകൂടി ഉയർന്നു വന്നു. ബണിബന്ധനമാശു വിമുച്യ, പാമ്പിൻ്റെ കെട്ടിൽ നിന്ന് വിമോചിതനായിട്ട്. ജവാത് ഉദഗമ്യത, വെള്ളത്തിൽ നിന്ന് ഉയർന്നു. മൃദുഹാസജുഷ, പുഞ്ചിരിയോട് കൂടിയിട്ട്. ഇനി ഭഗവാന്റെ പ്രവൃത്തിയെ വർണ്ണിക്കണു. അതിരുക്യ തഥ ബണിരാജബണാന്നൃതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിതനൂപുരമഞ്ജുമിളൽക്കര കങ്കണസങ്കുല സങ്കുണിതം. തഥാ ബണിരാജബണാൻ, ബണിരാജൻ കാളിയൻ, ബണിരാജബണം കാളിയൻ്റെ പടം. ആ പത്തി അല്ലെങ്കിൽ പടം അതിൻ്റെ മുകളിൽ കയറി. അതിരൂഹ്യ മൃദുപാദരുച ഭവത, പാമ്പിൻ്റെ മേലെ ഇങ്ങനെ ഒരാൾ കയറുക, അപ്പോഴേക്ക് തന്നെ അതില്ലാണ്ടാവുക. അല്ല വെച്ചാൽ അങ്ങനെ വിചാരിക്കേണ്ട. ഏത് നിലയ്ക്ക് കനം കുറയ്ക്കാനും വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഭഗവാന് അറിയാം. ഹനുമാനടക്കം അത് സാധിച്ചു എന്നല്ലേ. അല്ലെങ്കിൽ സമുദ്രം കടന്ന് ലങ്കയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സിദ്ധന്മാർക്കും ഭക്തന്മാർക്കും അടക്കം ഈ വക സിദ്ധികളുണ്ടെങ്കിൽ കനം കുറയ്ക്കാനും വലിപ്പം കുറയ്ക്കാനും ഭഗവാന് ഒരു പ്രയാസമില്ല. എന്തിനും കഴിവുള്ള ആളാണല്ലോ. അങ്ങനെയാണ് പടത്തിൻ്റെ മുകളിൽ നൃത്തം വെച്ചു. മൃദുപാദരുച ഭവത, മൃദുലമായ പാദങ്ങളോടുകൂടി അങ്ങയാൽ കളശിഞ്ചിര നൂപുരം അഞ്ചുമില, മനോഹരമായിട്ടുള്ള ചിലമ്പ്, അരമണി മുതലായതിൻ്റെ കിലുക്കം ഉണ്ടായി. ആ ശബ്ദത്തോടു കൂടി അങ്ങ് നനൃതേ, വാക്ക് നനൃതേ, നൃത്തം ചെയ്തു. അത്യാവശ്യം കാലിലത്തെ ചിലമ്പും അരമണിയൊക്കെ കിലുങ്ങുന്നുണ്ടായിരുന്നു. അത് കാണുന്നവർ കൈ കൊട്ടിയിട്ട് ആസ്വദിക്കുകയും ചെയ്തു. നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കൈ കൊട്ടും ഇല്ലേ? എന്ന പോലെ കൈ കൊട്ടി. കളശിഞ്ചിത നൂപുര മഞ്ജുമിലൻ, മനോഹരമായിട്ട് പാട്ടും പാടി കൈകൊട്ടും ചെയ്തു. നൃത്തത്തിന് അത് രണ്ടും വേണം അല്ലേ? നൃത്തം മാത്രമായ രസം ഉണ്ടാവുമോ? അപ്പം അതിന് പശ്ചാത്തലം കൊടുക്കുന്നത് ഒന്ന് സംഗീതം, പിന്നെ ആ സംഗീതത്തിന് ബലമാണ് എന്ത്? താളം. നൃത്തത്തിന് സംഗീതം ബലം, സംഗീതത്തിന് ബലം രാഗതാളങ്ങളാണ്. അപ്പം അതൊക്കെ അവിടെ അരങ്ങേറി. ഇവരാണ് പാട്ട് പാടിയത്. അതിനനുസരിച്ച് കരതാള മനോഹരം, കരകങ്കണ സങ്കുല സങ്കുണിതം, കൈ കൊട്ടി മനോഹരമായിട്ട് കൈകൊട്ടിക്കളി തന്നെ വേണമെങ്കിൽ പറയാം അവിടെ ഉണ്ടായി. ഇതാണ് ജഗൃഷു പശുപാത്തുഷൂർ. അവിടെ വാക്കുകൾ ശ്രദ്ധിക്കാനുണ്ട്. ജഗൃഷു എല്ലാം ഉച്ചരിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ജഹൃഷു, ഹൃദും ഷൂന്നും നമുക്ക് പെട്ടെന്ന് വരില്ല. ജഹൃഷു പശുപ, ഗോപന്മാർ, പശുക്കളെ പാലിക്കുന്നതുകൊണ്ടാണ് പശുപ. പിന്നെ സ്തുതുഷു, തുതുഷു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു. നാരായണീയം എപ്പോഴും ചില വാക്കും വായിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിയിട്ടേ കിട്ടുള്ളൂ നമുക്ക്. തുതുഷു, അതിനെ സ ചേർക്കുമ്പോൾ സന്ധി വരുമ്പോഴാണ് സ്തുതുഷു ആവണത്. എനിക്ക് തുതുഷു, സ്തുതുഷു സ്തുതിച്ചു. പശുപാ സ്തുതുഷു, സ്തുതിയാണ് കേട്ടോ. സ്തുതി സന്ധിയല്ല, ചേരുമ്പോൾ തല്ലാണ്ട് തന്നെ സ്തുതുഷു എന്നാണ് വരിക, ചേർക്കുകയില്ല. സ്തുതുഷു മുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാഹ.
മുനിമാരെ സ്തുതിച്ചു. കർത്താവ് പിന്നെയാണ് വന്നിരിക്കുന്നത്. ക്രിയയാണ് ആദ്യം. കുരുഷു മുനയോ മീൻസ് മുനയോ തുതുഷു, മുനിമാർ സ്തുതിച്ചു. കുസുമാനി വൗർഷു, ഇവിടെ എടുക്കണം, കുസുമങ്ങളെ വർഷിച്ചു. വൗർഷു കുസുമാനി, കുസുമാനി വവർഷു. ആര്? സുരേന്ദ്രഗണാഹ, ദേവന്മാർ പൂക്കൾ വർഷിച്ചു, പുഷ്പവൃഷ്ടി ഉണ്ടായി. ജഹൃഷു പശുവാഹ, പശുവാഹ ജഹൃഷു മുനയോ സ്തുതുഷു കുസുമാനി വൗർഷു. സുരേന്ദ്രഗണാഹ, സുരേന്ദ്രഗണങ്ങൾ, ഇന്ദ്രന്മാർ, ദേവാദികൾ. കുസുമാനി വൗർഷു. അങ്ങനെ അങ്ങ് നൃത്തവും ചെയ്തു. ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിവാഹി സമാം ത്വമതാന്തഗതാൽ. ഒതുങ്ങാത്ത വാതരോഗം. രോഗങ്ങൾ ചിലതങ്ങോട്ട് ഒതുങ്ങാണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തിയ ഈ പാമ്പിനെ പോലെ തന്നെയാണെന്നാണ്. ഇത്രയും ശൗര്യമുള്ള പാമ്പിനെ ഒതുക്കിയിട്ടുള്ള അങ്ങേക്ക് എൻ്റെ രോഗത്തെ കൂടി ഗുരുവായൂരപ്പ തീർത്ത് തന്നൂടെ? അങ്ങ് വിചാരിച്ചാൽ വല്ല വിഷമമുണ്ടോ അതിന്? എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സമാം ത്വമതാന്തഗതാൽ. ഒതുങ്ങാത്ത രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പശുപാഹ ജഗൃഷു മുനയോ തുതുഷു സുരേന്ദ്രഗണ കുസുമാനി വൗർഷു. ഇന്ദ്രാദിദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. അതിനുള്ള മാരുതഗേഹപദേ, രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. അതിരുക്യതപണിരാജഭണാന്ന നൃതേ ഭവത മൃദുപാദരുച കളശിഞ്ചിതനൂപുരമഞ്ജുമിടൽക്കര കങ്കണസങ്കുലസക്വണിതം ജഗൃഷു പശുപാത്തുതുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ. ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സമാം ത്വമതാന്തഗതാത്. ആ രോഗത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദശകം 56-ാമത്തെ ദശകമാണ്. ദ്രുതവിളംബിതം എന്ന വൃത്തമാണ് അതിൽ മുഴുവൻ. ദ്രുതവിളംബിതം. രുചിരകമ്പിത കുണ്ടലമണ്ഡല സുചിരമീശനർത്തിത പന്നഗേ അമരതാടിതദുന്ദുഭി സുന്ദരം യതി ഗായതി ദൈവതയൗവതേ. അങ്ങനെയാണ് ചെല്ലേണ്ടത്. ഈശ, അല്ലയോ ഭഗവാനെ, ബിയതി ദൈവതയൗവതേ, ആകാശത്തിൽ ദേവന്മാരും ദേവസ്ത്രീകളും കൊട്ടിയ പെരുമ്പറയുടെ ശബ്ദം. അമരതാടിതദുന്ദുഭി സുന്ദരം, അമരന്മാരാൽ താടിക്കപ്പെട്ട സുന്ദരമായ ദുന്ദുഭി ശബ്ദം, പാട്ടും ഉണ്ടായിരിക്കവേ ത്വം, അങ്ങ് നൃത്തം ചെയ്തു എന്നാണ് അവിടെ സംഗതി. ബിയതി, ആകാശത്തിൽ, ദൈവതയൗവതേ, ദേവന്മാരും യുവതികളും പാട്ടുപാടി. എങ്ങനെ പാടി? അമരതാടിതദുന്ദുഭി സുന്ദരം ഗായതി, ഗായതി പറഞ്ഞ പാട്ടുപാടി. ദേവന്മാരാൽ കൊട്ടപ്പെട്ട വാദ്യങ്ങളോടുകൂടി പാട്ടുപാടിയിരിക്കെ ത്വം നർത്തത, നൃത്തം ചെയ്തു. അതോട് കൂടിയിട്ട് വളരെയധികം കൊഴുപ്പ് നൃത്തത്തിനുണ്ടായി. എങ്ങനെ നൃത്തം ചെയ്തു? അതാണ് രുചിര കമ്പിത കുണ്ടല മണ്ഡിത, ഇളകുന്ന കുണ്ടലങ്ങളോട് കൂടി. നൃത്തം ചെയ്യുമ്പോൾ കുണ്ടലങ്ങൾ കാതിൽ അണിഞ്ഞതിങ്ങനെ ഇളകുമല്ലോ, അതൊരു പ്രത്യേക രസമാണ് കാണാൻ. ഇളകുന്ന കുണ്ടലങ്ങൾക്കൊരു രസമുണ്ടെന്നാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം ഇതിലൊക്കെ സാഹിത്യത്തിൽ. ഇളകാത്ത സംഗതിയിലുണ്ട്. തോട, സ്റ്റഡ് ഒക്കെ ഇളകാത്തതാണ്. അത് ലേശൊരു മെച്യൂരിറ്റിയോ എന്തൊക്കെയാണോ കാണിക്കലേ, അതൊരു ആകർഷകത്വമില്ല. തോടേക്കട്ട സ്റ്റഡൊക്കെ ഇട്ടു, അത് ഇളകാതെ അവിടെ നിന്നു, അതല്ല ഭംഗി എന്നാണ്. ഏശം അങ്ങനെ ഇളകണം. അങ്ങനെ കൊടുക്കടുക്കൻ ജമക്കി ഇതിൻ്റെയൊക്കെ ആവിർഭാവം തൂക്കിയിടുന്ന സാധനങ്ങൾ, അതൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ഇളകുക, അതൊരു ഭംഗിയാണ് അത്രയും സ്ത്രീകൾക്ക്. ഭഗവാനും അതെ, പണ്ടൊക്കെ ആണുങ്ങളും ഇത് ധരിച്ചിരുന്നു അത്ര കേട്ടോ, എല്ലാവിധ ആഭരണങ്ങളും ധരിച്ചിരുന്നു. കയ്യിലും കാതിലും കഴുത്തിലൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ. ഭഗവാൻ കുണ്ടലുണ്ട്. രുചിര കമ്പിത കുണ്ടല മണ്ഡിത,
വളരെ നന്നായി ധരിച്ചതായിട്ടുള്ള ഇളകുന്ന കുണ്ടലങ്ങളോടുകൂടി പന്നകേ സുചിരം നർത്തിത, ആ പന്നകത്തിൽ നന്നായിട്ട് എല്ലാവർക്കും ആനന്ദം നൽകുന്ന മർദ്ദനം അല്ലെങ്കിൽ നൃത്തം അവിടെ ഉണ്ടായി. ആകർഷകമായിട്ട് കൃഷ്ണൻ നൃത്തം ചെയ്തു. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഏത് ലീലയാണ് ആകർഷകമല്ലാത്തത്? ഈ കൃഷ്ണനാട്ടത്തിൽ അല്ലേ കാളിയമർദ്ദനുണ്ട്. ഞാൻ ഒരിക്കലും വെറുതെ ഇങ്ങനെ കാണാനിടയായി, ഒന്നും മനസ്സിലായിട്ടൊന്നുമല്ല മുഴുവൻ. പക്ഷേ എന്തൊരു കൗതുകമാണ്. കൃഷ്ണനായിട്ട് വേഷം കെട്ട ലേശം ഒന്ന് പ്രായം കുറഞ്ഞ ആൾ വേണം, നിബന്ധന ഉണ്ട് അത്ര കേട്ടോ. അങ്ങനെ കേട്ടിട്ടുണ്ട്. അധികം പ്രായമുള്ളവർ കൃഷ്ണൻ കിട്ടില്ല. അതാ ഭംഗി ഉണ്ടാവാനാ, അത് ഭംഗി ഉണ്ടാവണം. കുറച്ച് പ്രായം കുറഞ്ഞ് ആ കൃഷ്ണൻ്റെ ആ വേഷം തന്നെ കഥകളിയിൽ എന്താ രസം. ബാക്കി ഏത് വേഷത്തിനേക്കാളും ആ കൃഷ്ണൻ അങ്ങോട്ട് വന്നാൽ ആർക്കും അറിയാമല്ലോ ഇത് കൃഷ്ണനാണ് പറഞ്ഞു തരുന്നത്. മറ്റൊക്കെ ചില പറഞ്ഞു തരുന്നത് ഏതാ വേഷം, കൃഷ്ണനെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആ കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ആ കാളിയമർദ്ദനം അങ്ങനെ കണ്ടപ്പോൾ അത് എണീക്കാൻ തോന്നിയില്ല. അർത്ഥം എന്തിനാ മനസ്സിലാവണം? അർത്ഥം മനസ്സിലാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാളീൻ്റെ മുകളിൽ നൃത്തം ചെയ്ത് കുറച്ച് മരങ്ങളും ചെടികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കൊഴുപ്പ് കൂട്ടാൻ, ആ നാച്ചുറാലിറ്റിക്ക്. അത് കഴിയുന്നവരെ കണ്ണിൽ വെള്ളം നിറച്ചിട്ടേ അത് കാണാൻ പറ്റും. എന്തൊരു രസമാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ വേഷം കെട്ടിയാലും രസം, വേഷം കെട്ടിയില്ലെങ്കിലും രസം, കളിച്ചാലും രസം, കളിച്ചില്ലെങ്കിലും രസം. ഗുരുവായൂരിപ്പോൾ കളിയൊന്നുമില്ല, അവിടെ നിൽക്കുക വിഗ്രഹം. അത് കാണാൻ എത്ര ആളാ തിരക്കണം. എന്തൊരു ആകർഷകത്തുള്ള ഒരു വേഷം. ഈ കൃഷ്ണനെ പോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു രൂപം ഈ ലോകത്തിലില്ല എന്നാണ്. അങ്ങനെ വിയതികായതി ദൈവതയൗവതേ, ദേവന്മാരാൽ പാട്ട് പാടപ്പെട്ടു, ഗാനം ചെയ്യപ്പെട്ടു, പാട്ടുണ്ടായി. ഇതോട് കൂടിയിട്ട് ഭഗവാൻ മനോഹരമായിട്ട് നൃത്തം ചെയ്തു പാമ്പിൻ്റെ മുകളിൽ. നമതി യത്യതമുഷ്യശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമതൻ പദപങ്കരുകാചിരം വ്യഹരത കരതാള മനോഹരം. അതിനെ തന്നെ ഒന്നും കൂടി വർണ്ണിച്ചിരിക്കുകയാണ്. ഏതേത് പടം താണുവോ അതുമ്പിൽ പിന്നെ നൃത്തം ചെയ്യേണ്ട ആവശ്യമില്ല. ഉയർന്ന പടത്തിലേക്ക് ചാടി അഹങ്കാരം ഇല്ലാണ്ടൊക്കെയാണ്. ഉയർന്നു നിൽക്കുന്ന പടം കുറച്ച് തളർന്നാണ്ട് താഴും. പടം ചായുക എന്ന് പറയേ, അവൻ്റെ പടം കുറച്ച് ചാഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ തോൽവി സമ്മതിക്കണ സമാനം അത്രേ ഈ പടം ചായുക. അപ്പോൾ അടുത്ത പടത്തിലാണ് നൃത്തം ചെയ്യുക. അതാണ് നമതി. നമതി താഴുക, താഴുക എന്നാണ് അർത്ഥം നമതി. യത്യതമുഷ്യ ശിരോഹരേ, എവിടെയൊക്കെ താണുവോ അത് വിട്ട് മറ്റേ പടത്തിൽ പരിവികായ തദുന്നതമുന്നതം, ഉയർന്നത് ഏതോ അത് നോക്കി നോക്കി നൃത്തം ചെയ്ത് പരിമതൻ പദപങ്കരുകാചിരം വ്യഹരത കരതാള മനോഹരം. മനോഹരമായിട്ട് അവിടെ കൂടിയിട്ടുള്ളവരുടെ കൈത്താളം ഇട്ടുകൊണ്ട് ആ നൃത്തം മനോഹരമായിട്ട് അരങ്ങേറി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.